CPA സംബന്ധിച്ചും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും സംസ്ഥാന മന്ത്രിസഭയെ സംബന്ധിച്ചുമൊക്കെ വളരെ നിർണായകമാകാൻ പോകുന്ന ഒരു ദിവസമാണിന്ന്. PM ശ്രീ പദ്ധതിയിൽ ഏകപക്ഷീയമായി സർക്കാർ ഒപ്പിട്ടതിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നാലോചിക്കാൻ CPAയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേരുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ആലപ്പുഴയിലാണ് യോഗം ചേരുക. മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധാരണയായത്. അതിനിടെ മുഖ്യമന്ത്രിയും സംസ്ഥാന CPAയുടെ സെക്രട്ടറി ബിനോയ് വിശ്വവും ആലപ്പുഴയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ നേർക്ക് കാണും. ആലപ്പുഴയിൽ നിന്ന് R ശ്രീജിത്തും അതുപോലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തനീഷ് തമ്പിയും ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്കാടിയും ചേരും. അതുപോലെ CPA എക്സിക്യൂട്ടീവിൻ്റെ വിവരങ്ങളുമായി R ശ്രീജിത്തും ചേരും. ആദ്യം R ശ്രീജിത്തിലേക്ക്. R ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കണം എന്നുള്ള CPA സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം കർക്കശമായി പിന്തുടരാനാണോ അതോ ഭയപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ? കാര്യം അത് ഈ ബിനോയ് വിശ്വം കുരയ്ക്കും പക്ഷേ കടിക്കില്ല എന്നാണല്ലോ നേതാക്കന്മാരൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. ഗുഡ് മോർണിംഗ്. എനിക്ക് പിന്നിൽ കാണുന്ന CPAയുടെ ആലപ്പുഴ ജില്ലാ കൌൺസിൽ ഓഫീസായ TV തോമസ് സ്മാരകത്തിലാണ് ഇന്നത്തെ നിർണായക യോഗം നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു പ്രധാന വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അനുനയ നീക്കത്തിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾ CPIMന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചു എന്ന വിവരമാണ് നമുക്കിപ്പോൾ വരുന്നത്. എന്ത് വിവരങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന കാര്യം അല്പസമയത്തിനകം നമുക്ക് നൽകാം. എന്തായാലും മുഖ്യമന്ത്രി അനുനയ നീക്കം ആരംഭിച്ചിരിക്കുന്നു, സമവായ നീക്കം ആരംഭിച്ചിരിക്കുന്നു. CPAയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി ടെലിഫോണിൽ വിളിച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം അറിയിക്കാം. എന്തായാലും CPAയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഉദ്വേഗം നേരത്തെ SKN സൂചിപ്പിച്ച പോലെ എന്ത് തീരുമാനത്തിലേക്കാണ് CPI പോകുന്നത് എന്നതാണ്. CPAയുടെ താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒരേ വികാരം. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നാണ്. അതായത് ഏകപക്ഷീയമായി മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടുകയും വർഗീയതയുമായി സന്ധി ചെയ്യുകയും ചെയ്ത തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട, അതിനെതിരെ ശക്തമായ പ്രതിഷേധം വേണമെന്ന വികാരമാണ് CPIക്കകത്ത് ഉയരുന്നത്. അതുകൊണ്ട് ആ വികാരം കണ്ടില്ലെന്നടിച്ച് മുന്നോട്ട് പോകാൻ ബിനോയ് വിശ്വത്തിനോ മറ്റു നേതാക്കൾക്കോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ എക്സിക്യൂട്ടീവിൽ ഒരു ശക്തമായ തീരുമാനം പ്രതീക്ഷിക്കുന്നു. 29 ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനമാണ് സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടത്. നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരപ്പെട്ട സംഘടനാ സംവിധാനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ആയതുകൊണ്ടാണ് ഇന്ന് എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്ത് ആ തീരുമാനത്തിന് അംഗീകാരം തേടുന്നത്. എന്തായാലും ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അടക്കമുള്ള കടുത്ത നടപടികൾ തീരുമാനിച്ചേക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് വലിയ എതിർപ്പാണ് CPIക്കകത്ത് ഉള്ളത്. അതുകൊണ്ട് ആ എതിർപ്പിനെ അവഗണിക്കാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മുഖ്യമന്ത്രി അനുനയ നീക്കം തുടങ്ങിയിരിക്കുന്നു, മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചിരിക്കുന്നു എന്നതാണ്. എന്തായാലും അതിന്റെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. ധാരണാപത്രത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്നാണ് CPIയുടെ നിലപാട്. ആ ആവശ്യം ഉന്നയിച്ചാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുന്നണി കൺവീനർ TP രാമകൃഷ്ണനും കത്ത് നൽകിയത്. ആ അതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ തങ്ങൾ കടുത്ത നടപടിയിലേക്ക് പോകും, മന്ത്രിമാരെ പിൻവലിക്കണം മന്ത്രിസഭയിൽ നിന്ന് എന്നടക്കമുള്ള ശക്തമായ ആവശ്യങ്ങൾ CPIക്കകത്തുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവ് ചർച്ചയും രാവിലെ 10:30 എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ പോകുന്നത്. ഓക്കെ, R ശ്രീജിത്താണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. PM ശ്രീ വിവാദം ചർച്ച ചെയ്യാൻ CPIMന്റെ അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് ഇന്നലെ തിരിച്ചെത്തി. അതിന് പിന്നാലെയാണ് ഈ യോഗം നടക്കുക. CPIMന്റെ അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. തനീഷ് തമ്പി CPIM അടിയന്തര സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് തനീഷ് തമ്പി. എന്തായാലും ഇന്ന് രാഷ്ട്രീയമായി വളരെ ശ്രദ്ധാകേന്ദ്രമായി തിരുവനന്തപുരം, ആലപ്പുഴയും ഡൽഹിയും മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI കടുത്ത നിലപാടിലേക്ക് നീങ്ങുമെന്ന CPM സംശയിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് SKN. CPIMനെയും CPIM സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. കാരണം പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിന വാരാചരണത്തിൻ്റെ സമാപന ദിവസം. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബിനോയ് വിശ്വം, അതുപോലെ തന്നെ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കളാകെ ഒരു വേദിയിൽ അണിനിരക്കുന്ന ദിവസമാണ്. അതിനു മുൻപ് ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കുക എന്നുള്ളത് CPIMന്റെ ഒരു അടിയന്തര ആവശ്യമായി വന്നിരിക്കുന്നു. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ബിനോയ് വിശ്വം കുരയ്ക്കും പക്ഷേ കടിക്കില്ല എന്നൊക്കെ നേതാക്കൾ പറയുമെങ്കിലും ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ. കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് CPI പോയിരിക്കുന്നു. അതുതന്നെ CPIMനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. നേരത്തെ അനുനയ നീക്കവുമായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി V ശിവൻകുട്ടി MN സ്മാരകത്തിൽ നേരിട്ടെത്തി ചർച്ച നടത്തിയെങ്കിൽ പോലും അയയാൻ
CPI-യുടെ നേതാക്കൾ തയ്യാറായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ള ഒരു സൂചന CPIM-ന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത്, പ്രത്യേകിച്ച് CPI ഏറ്റവും വലിയ തീരുമാനമെടുക്കും ഇന്നത്തെ യോഗത്തിൽ എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് മന്ത്രിമാരെ പിൻവലിപ്പിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കും, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കും എന്ന് പറയുമ്പോൾ അത് CPIM-നെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ കാര്യമല്ല. അത് എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ്, എങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയും. ഇപ്പോഴും 1500 കോടി രൂപയുടെ ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഫണ്ട് കേരളത്തിന് നഷ്ടപ്പെടരുത് എന്നുള്ള സതുദ്ദേശം മാത്രമാണ് ഉള്ളത് എന്ന് CPIM-ഉം ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറയുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കാൻ എന്തായാലും CPI തയ്യാറായിട്ടില്ല. ഇന്നലെയും CPI-യുടെ മന്ത്രിമാർ ഈ പദ്ധതിയിലൂടെ ഒളിച്ചു കടത്താൻ പോകുന്ന വർഗീയ അജണ്ടയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധം CPIM-ഉം CPI-യും ഈ വിഷയത്തിൽ അകന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശ പര്യടനത്തിലായിരുന്നു, ഇന്നലെയാണ് തിരിച്ചെത്തിയത്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു കഴിഞ്ഞാൽ നേരെ വരുന്നത് ആലപ്പുഴയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഒന്നിലേറെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ആലപ്പുഴയിൽ അദ്ദേഹം എത്തുമ്പോൾ CPI-യുടെ പ്രധാന നേതാക്കളും ആലപ്പുഴയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാകണം, CPI-യെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് CPIM കാണുന്നത്. അതെങ്ങനെ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയായിരിക്കും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാവുക. CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. SKN തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നുവെന്ന വാർത്ത കൂടി വരുമ്പോൾ ബൽറാം നെടുങ്ങാടി ചേരുകയാണ് നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ബൽറാം. യഥാർത്ഥത്തിൽ MA ബേബിയും K പ്രകാശ് ബാബുവും നേർക്കുനേർ അലോസരപ്പെടുന്ന വാക്കുകൾ പറയുന്നത് നമ്മൾ കേട്ടു. ഒരുപക്ഷെ പ്രകാശ് ബാബു എൻ്റെ ഇടനിലക്കാരനല്ല എന്ന് MA ബേബി പറയുമ്പോൾ ആ അനിഷ്ടം MA ബേബിയുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നിസ്സഹായനായി പോകുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് MA ബേബി എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇന്നിപ്പോൾ അവൈലബിൾ PV ചേരുമ്പോൾ ഈ കേരളത്തിലുണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ ചൂട് അങ്ങ് ഡൽഹിയിലും എത്തുന്നുണ്ടോ? SKN തീർച്ചയായും കേരളത്തിലെ ഈ രാഷ്ട്രീയ വിവാദം കഴിഞ്ഞ 3 ദിവസമായി ഡൽഹിയിൽ ചർച്ചയായിരുന്നു. തിരക്കിട്ട കൂടിക്കാഴ്ചകൾ ഇരുപക്ഷവും ഒപ്പം തന്നെ തങ്ങളുടെ പാർട്ടികൾക്കുള്ളിലും കഴിഞ്ഞ ദിവസങ്ങളിലും നടന്നിരുന്നു. അതിൽ ഇന്ന് നിർണായകമായ 2 ചർച്ചകൾ കേരളത്തിൽ നടക്കുകയാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒപ്പം തന്നെ CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും യോഗം ചേരുന്നു. ഈ ഒരു യോഗങ്ങൾക്ക് ശേഷം നടക്കുന്ന പരസ്പര ചർച്ചകളിൽ ഇക്കാര്യത്തിൽ ധാരണയുണ്ടാകുമെന്ന പ്രതീക്ഷ 2 പാർട്ടികളുടെയും നേതൃത്വങ്ങൾക്കുണ്ട്. ഈ 2 പാർട്ടികളും തങ്ങളുടെ നേതൃയോഗങ്ങളിൽ എടുക്കുന്ന തീരുമാനത്തിന് അതിന് അന്തിമ അംഗീകാരം നൽകേണ്ടത് ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വം തന്നെയാണ്. CPIM-ന്റെ കേന്ദ്ര നേതൃത്വം പോലും അറിയാതെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത്, ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എന്നുള്ള വിമർശനം CPI ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്നാൽ CPI ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്തിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ആ ചോദ്യങ്ങളോട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇന്ന് അവൈലബിൾ പോൾ ബ്യൂറോ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഈ വിഷയം ചർച്ചയ്ക്ക് എത്തുകയാണ്. പാർട്ടിക്കുള്ളിൽ, പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗങ്ങൾക്കുള്ളിൽ ഇതിനെതിരെ വിമർശനം ഉയരുകയോ എന്ന ചോദ്യവും നിർണായകമാണ്. അതേസമയം SKN സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ പരസ്പരം നടത്തിയ പരാമർശങ്ങളിൽ ഇരു വിഭാഗത്തിനും അസ്വസ്ഥതയുണ്ട്. നിസ്സഹായനാണ് MA ബേബി എന്ന് K പ്രകാശ് ബാബു നടത്തിയ പരാമർശത്തിൽ ബേബി അസ്വസ്ഥനാണ്. അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചിരുന്നു. ഇക്കാര്യത്തിൽ CPI ജനറൽ സെക്രട്ടറി D രാജയും അതൃപ്തി അറിയിച്ചതായാണ് സൂചന. എന്നാൽ പ്രകാശ് ബാബു ആകട്ടെ താൻ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ ബോധ്യത്തിലാണ് താൻ പ്രതികരിച്ചത് എന്നും ആ നിലപാടിൽ മാറ്റമില്ല എന്നും ആവർത്തിക്കുകയായിരുന്നു. തങ്ങളുടെ നിലപാടിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്നും തമിഴ്നാടിന് സമാനമായി നിയമപരമായ നീക്കമാണ് കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കാൻ വേണ്ടത് എന്ന നിലപാടാണ് CPIക്ക് ഉള്ളത്. ദേശീയ നേതൃത്വവും അതിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. ഇന്നത്തെ ചർച്ചകളിലെ തീരുമാനം ഏറെ നിർണായകമാകും. SKN ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.